നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്ത് കുഴിമറ്റത്തുള്ള വില്ല മരിയ എന്ന് പറയുന്ന ഒരു വില്ലയിലാണ്. ഒരു ഫംഗ്ഷന് വേണ്ടി വന്ന സമയത്ത് എയർബിഎൻബി വഴി ചെക്ക് ചെയ്ത് ബുക്ക് ചെയ്തതാണ്. ഇത് 3 bedroom വില്ലയാണ്. ലെറ്റ്സ് സീ ദി വില്ല. വില്ല മരിയ എന്ന് പറയുന്ന ഈ ഒരു 3 bedroom വില്ല സിറ്റുവേറ്റ് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുഴിമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. Airbnb വഴിയാണ് നമ്മളിത് ബുക്ക് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് 13,000 റുപ്പീസാണ് ഒരു ദിവസത്തെ റെൻ്റായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. ആളുടെ എണ്ണം അനുസരിച്ച് ഇതിൽ വേരിയേഷൻസ് വരാം. വില്ലയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഗാർഡനും ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വിരിച്ചിട്ടുണ്ട്. അത് മൊത്തത്തിലൊരു എസ്തെറ്റിക് ഫീൽ വരുന്നുണ്ട്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ഫോട്ടോഷൂട്ട്സിനും വെഡ്ഡിങ് ഷൂട്ട്സിനും സേവ് ദ ഡേറ്റിനൊക്കെ ഈ ഒരു വില്ല ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെയാണ് ഈ വില്ല പെർഫെക്റ്റ് ആയിട്ട് ചേരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വില്ലയാണിത്. മുകളിൽ 1 bedroom താഴെ 2 bedroom ഡൈനിങ്ങിനായിട്ടുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. നല്ലതുപോലെ കാറ്റും വെളിച്ചവും ഒക്കെ കടന്നു വരുന്ന രീതിയിലാണ് ഈ വില്ലയുടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. ഇതാണ് മേളത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂംസും എയർ കണ്ടീഷൻഡും ആണ്. വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടാണ് ഈ ഒരു വില്ല ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ ഒരു വില്ലയുടെ ഓണേഴ്സ് ഇപ്പോൾ നാട്ടിലല്ല, അവർ പുറത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കിലായിട്ട് വരുന്ന സ്ഥലത്ത് ഇവരുടെ തന്നെ തോട്ടങ്ങളാണ് ഉള്ളത്. പലതരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. അതിൽ തന്നെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കിണറ്റിലുള്ള വെള്ളമാണ് അവരിവിടെ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫേർണിഷ്ഡ് ആയിട്ടുള്ളൊരു കിച്ചണും നമുക്ക് ഈ ഒരു വില്ല എടുക്കുന്ന സമയത്ത് കൂടെ കിട്ടും. താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 2 bedrooms ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ബെഡ്റൂമും എയർ കണ്ടീഷൻഡ് ആണ്. റൈറ്റ് സൈഡിൽ വരുന്ന ബെഡ്റൂം ആക്ച്വലി അറ്റാച്ച്ഡ് അല്ല. അവിടത്തേക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം നമുക്ക് പുറത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം മാത്രമാണ് ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്തത്. രണ്ട് ബെഡ്റൂംസിന് ഇടയിലുള്ള സ്പേസിലൂടെ വരുമ്പോഴേക്കും നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഈ പൂള് ചെറുതാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വെള്ളം കിണർ വെള്ളമായതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. കോട്ടയത്ത് പോകുന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത്. ഇതുപോലുള്ള സ്റ്റേജിനെ പറ്റിയുള്ള വീഡിയോസ് ഇനിയും ചെയ്യാനായിട്ട് ശ്രമിക്കാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ഇഫ് യു ലൈക്ഡ് ഇറ്റ്. See you soon with the next one. Until then, adios amigos.